ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് രോഗം വരുമ്പോൾ നിരാശപ്പെടരുത് എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38 അധ്യായം 9 തിരുലിഖിതം, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ നിന്റെ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും നിന്റെ ഹൃദയത്തിലെ പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ദൈവമക്കളെ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ നമുക്ക് കുറച്ചു നേരം ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം വർദ്ധിക്കും. കർത്താവിനെ ആരാധിക്കുമ്പോൾ അന്ധകാര പീഡകൾ വിട്ടുപോകും. കർത്താവിനെ ആരാധിക്കുമ്പോൾ കുടുംബം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഈ ടീമിനോട് ചേർന്ന് ഇപ്പോൾ കൈകളടിച്ചും കൈകൾ ഉയർത്തിയും പാട്ടുപാടിയും കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം നിറഞ്ഞ് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്ഥലമായി അത് രൂപാന്തരപ്പെടും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കുട്ടികളെയും അച്ഛൻ പ്രത്യേകം അഭിവാദനം ചെയ്യുകയാണ്. എല്ലാ കുട്ടികളും പാരൻസിനോട് കൂടെ ഇപ്പോൾ നന്നായിട്ട് കർത്താവിനെ ആരാധിക്കുക. 2 കരങ്ങൾ ഉയർത്തി അറിയാവുന്നതുപോലെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ആരാധന, ദൈവപിതാവിന് ആരാധന, ആരാധന, ദൈവപിതാവിന് ആരാധന. കരങ്ങളടിച്ച് ദൈവപിതാവിന് ആരാധന, പിതാവേ, ദൈവപിതാവിന് ആരാധന, പിതാവേ, ദൈവപിതാവിന് ആരാധന. ഹല്ലേലു, 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 ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലു, 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 ഹല്ലേലൂയ. ഹല്ലേലു, ഹല്ലേലു, ദൈവമായ ഹല്ലേലു, കർത്താവേ, ഹല്ലേലു, ഹല്ലേലു, ഹല്ലേലൂയ. അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലു, 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 കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഹല്ലേലു, ഹല്ലേലൂയ. രോഗികളെ സ്പർശിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. എല്ലാ ദൈവമക്കളും ഇരുവശങ്ങളിലേക്കും പതുക്കെ ഒന്ന് അനങ്ങി കാലുകളൊന്ന് മാറ്റി മാറ്റി ചവിട്ടി നന്നായി കൈയടിച്ച് ദൈവപുത്രനായ യേശുവിനെ ആരാധിക്കുന്നു. യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന. ചേർന്ന് പാടി ആരാധിക്കുന്നു. യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന. കൈകൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലു, 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 ഹല്ലേലൂയ. ഹല്ലേലു, 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 ഹല്ലേലൂയ. വലിയ ഉണർവോടെ ആരാധിക്കുന്നു. ഹല്ലേലു, 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 ഹല്ലേലൂയ. ഹല്ലേലു, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ക്ഷണങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തി ഈ നിമിഷങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ കർത്താവേ, സ്പർശിക്കണമേ. തളർന്ന ഹൃദയങ്ങളെ തൊടണമേ.
ഇപ്പോൾ ഇടപെടണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. യുവതിവാക്കന്മാരെ സ്പർശിക്കണമേ. കുടുംബങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ വചനം പ്രഖ്യാപിക്കപ്പെടുന്നിടത്ത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കർത്താവ് ദാനമായി നൽകുന്നു. ഹൃദയം തുറന്ന് ആഗ്രഹത്തോടെ പാനം ചെയ്യുന്നവർ ധാരാളമായി ദൈവശക്തി സ്വീകരിക്കുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളും ലോകത്തിൻ്റെ ചിന്താഗതികളും കർത്താവിൻ്റെ പാദാന്ത്യത്തിലേക്ക് വെച്ച് സ്വർഗീയ ജ്ഞാനം കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രോഗം വരുമ്പോൾ നിരാശപ്പെടരുത് എന്നതിനെക്കുറിച്ചാണ്. ദൈവവചനം നാം നേരത്തെ കൂട്ടി നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു രോഗം വരുമ്പോൾ നമ്മുടെ മനസ്സ് തളരാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ഉപദേശങ്ങളോ ലോകത്തിൻ്റെ ആശയങ്ങളോ ആയിരിക്കുകയില്ല, ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ വചനങ്ങളായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ രോഗത്തെക്കുറിച്ച് പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ആദ്യത്തെ ഉപദേശമാണ് എൻ്റെ ദൈവം എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ജെറമ്യ പ്രവചനത്തിൽ 30-ാം അധ്യായം 17-ാം തിരുലിഖിതം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. എൻ്റെ മക്കളെ, ഒരു രോഗമോ ക്യാൻസറോ എന്തെങ്കിലും കിഡ്നി സംബന്ധമായ രോഗങ്ങളോ മാരകവ്യാധികളോ ചികിത്സ രോഗങ്ങളോ ഡോക്ടർ ഉപേക്ഷിച്ച രോഗങ്ങളോ മരണകരമായ അവസ്ഥയോ മരണത്തിൻ്റെ വക്കത്താണെങ്കിൽ പോലും ഞാനും നിങ്ങളും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങളും ഹൃദയത്തിൽ പ്രതീക്ഷ കൈവിട്ട് നിരാശപ്പെട്ട് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പറയരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി പങ്കുവെക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. 43 വർഷമായി ജർമ്മനിയിൽ ഞാനും എൻ്റെ കുടുംബങ്ങളും താമസിക്കുന്നു. ജർമ്മനിയിൽ അല്ലേ? അതെ, ജർമ്മനിയിലെ കൊളോൺ. 43 വർഷമായി ജർമ്മനിയിൽ താമസിക്കുകയാണ്. എനിക്ക് 2005 ക്യാൻസർ കണ്ടുപിടിച്ചു. അന്ന് എനിക്ക് 15 കീമോതെറാപ്പി കിട്ടി, ഞാൻ സൗഖ്യപ്പെട്ടു. ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിനക്ക് എന്തോ തകരാറുണ്ട്, ബ്ലഡ് കുറവുണ്ടെന്ന് പറഞ്ഞു. ഒക്കെ അനുസരിച്ച് ബ്ലഡ് തന്നു. എന്നെ ആ മെഡിക്കൽ കോളേജിൽ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ 15 ദിവസം അവിടെ കടന്നു. അവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എൻ്റെ ക്രിയേറ്റിനി ഈ 15 ദിവസം കൊണ്ട് 9,6 മാറി. അപ്പോൾ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ ഉടനെ ആ വാർഡിലെ ഏറ്റവും വലിയ രണ്ടാമനായ ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ പഴയ അസുഖം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോയി കമ്പ്യൂട്ടറിനകത്തെല്ലാം നോക്കിയോ പറഞ്ഞു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് കീമോതെറാപ്പി തുടങ്ങണം, പിന്നെ ഡയാലിസിസ് ചെയ്യണം. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. എങ്കിലും ഞാൻ സമ്മതിച്ചു. ആദ്യത്തെ കീമോതെറാപ്പി കിട്ടി. രണ്ടാമത്തെ ദിവസം 2.5 മണിക്കൂർ നേരത്തെ ഓപ്പറേഷന് ശേഷം ഷണ്ട് എൻ്റെ കയ്യിൽ ഇട്ടു. 3-ാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നു. അടുത്ത ഓരോ ആഴ്ചയിലും ബ്ലഡിന് ചെക്കപ്പ് ചെയ്യണം, കീമോതെറാപ്പി കിട്ടും. അങ്ങനെ 2 കഴിഞ്ഞു 3 കഴിഞ്ഞു. ഞാൻ വീട്ടിൽ ഇരുന്നു, ഭാര്യ അടുക്കളയിലായിരുന്നു. കണ്ണീരോടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സേവ്യർ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഷാലോമിൻ്റെ ടി വിയിലെ അഭിഷേകത്തെ കാണാൻ ഇടയായി. അന്ന് ഒരു ലേഡി അവർക്ക് കിട്ടിയ രോഗശാന്തി അവിടെ പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ കണ്ണുനീരോട്, ഹൃദയവേദനയോട്, പ്രത്യാശയോട്, വിശ്വാസത്തോട് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കും ഈ സൗഖ്യം തരണേ, എന്നെ രോഗശാന്തി തരണം, രണ്ടാമത് ഡയാലിസിസ് എന്നെ വിടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സൗഖ്യം തരണം. ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട സേവ്യർ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള അഭിഷേകത്തിൽ വന്നിട്ട് സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് നവംബർ 13-ാം തീയതി വെള്ളിയാഴ്ച
ശനി ഞായർ, തിങ്കളാഴ്ച ഞാൻ മെഡിക്കൽ കോളേജ് ചെല്ലുന്നു, ബ്ലഡ് എടുക്കുന്നു. ചൊവ്വാഴ്ച അടുത്ത തെറാപ്പിക്ക് വേണ്ടി ഞാൻ ചെല്ലുന്നു. എൻ്റെ ഡോക്ടർ, എൻ്റെ ലേഡി ഡോക്ടർ വിളിച്ച് പറയുന്നു, ജേക്കബ് നിൻ്റെ റിസൾട്ട് വന്നു, നിൻ്റേത് 4-1 കുറഞ്ഞു. അതായത് 9,6 3 ഞാൻ മാറി. അത്ഭുതം, ഒരു ഒറ്റ കരച്ചിലാണ്. എനിക്കും കർത്താവേ സൗഖ്യം തരണമേ. വെള്ളിയാഴ്ച പറഞ്ഞു, ശനി ഞായർ തിങ്കളാഴ്ച ആയപ്പോഴേക്കും ഹീലിംഗ്. ഇപ്പോഴും ഇപ്പോൾ 7 മാസമാകുന്നു, എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം പ്രയോജനമില്ല, എനിക്ക് വേണ്ട. ഇത് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, പക്ഷെ ഇന്ന് വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇനി അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെങ്കിൽ പിന്നെയും ഞാൻ പ്രയാസപ്പെടാം. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അത് കയ്യെ കിടക്കട്ടെന്ന് പറഞ്ഞു. ഇനി അത് കയ്യെ കിടക്കുക, എൻ്റെ മരണം വരിക, അങ്ങനെ കിടക്കും. അത്ഭുതം ചെയ്ത് കണ്ട കർത്താവ് ഒറ്റ കരച്ചില് അഭിഷേകം. അതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് ഈ കാര്യം അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഇതാ അട്ടപ്പാടി മലമുകളിൽ കുടുംബം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമാണോ? അതിനുവേണ്ടി മാത്രമാണ് എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ ഇങ്ങ് പോരുമായിരുന്നു. പിന്നെ ഇനി ഒന്ന് പോകുന്നു. എൻ്റെ ഈശോ എത്ര വലിയ ആ പ്രാർത്ഥന, ആ ക്ഷണത്തിൽ അവിടെ ഇരുന്ന് ഈശോയോട് കേട്ടു. യേശുവേ, അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, ആ മൈക്ക് കൂടെ പറഞ്ഞേ, ആ മൈക്ക് അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥന. നവംബർ 13 വെള്ളിയാഴ്ച ഞാൻ അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനുണ്ട്, അതിന്റെ സൈഡിൽ ഒരു ലേഡി വന്നിട്ട് അവർക്ക് രോഗശാന്തി പറയുന്നു. അന്നേരമാണ് അവരുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സാക്ഷ്യം കേട്ട സമയത്താണ് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വിശ്വാസങ്ങൾ കൊടുത്തത്. അപ്പോഴാണ് എനിക്കും തോന്നി എന്തുകൊണ്ട് എനിക്കും പറഞ്ഞുകൂടാ. അത് കിട്ടി. പിന്നെ അതിനുശേഷം അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന അത് ഏറ്റുചൊല്ലി, ഞാൻ ആ ബെഡേ ഇരുന്നുകൊണ്ട് തന്നെ ഏറ്റുചൊല്ലി. എനിക്ക് 4ാമത്തെ സൗഖ്യം കിട്ടി. ഇതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നും ദൈവം പറയാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ദൈവമേ, വലിയ സന്തോഷം, സൗഖ്യം ഈശോ ഈ കുടുംബത്തിലേക്കാണ് കൊടുത്തത്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ആഹ്ലാദത്തോടെ കൈയടിച്ച് യേശുവിനെ ആരാധിക്കുന്നു. യേശുവേ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവ് പറയണത്. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകരുത്. മകനെ, രോഗം വരുമ്പോൾ നിരാശപ്പെടരുത്. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിലും ഈ ഒരു ദൂത് നൽകുന്നുണ്ട്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 13, ഈസ് എനിവൺ എമംഗ് യു സഫറിംഗ് ലെറ്റ് ഹിം പ്രേ. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ എൻ്റെയോ നിങ്ങളുടെയോ രോഗത്തിൽ, എൻ്റെയോ നിങ്ങളുടെയോ തകർച്ചയിൽ ഞാനും നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം വിശുദ്ധ ലിഖിതങ്ങളോട് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അവിടുന്ന് നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. അവിടുന്ന് നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമ്യ 30:17 നാം അത് വായിച്ചു. സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ക്യാൻസർ പിടിച്ചിരിക്കുന്നവരുണ്ട്, മാരകമായ അവസ്ഥയിരിക്കുന്നവരുണ്ട്. പ്രിയമക്കളെ, നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. ഇത് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു വേദിയാക്കി കർത്താവ് മാറ്റും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞ് പ്രാർത്ഥിക്കണം, പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. ഇത് കർത്താവിന് വേണ്ടി, കർത്താവിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഉച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രോഗത്തിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിരാശപ്പെടാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അത് നമ്മൾ കാണുന്നത് കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ
12 അധ്യായം 7 തൊട്ട് 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. 2 Corinthians chapter 12 verses 7 to 10. അവിടെ പൗലോസ് ശ്ലീഹ ഒരു ജീവിതാനുഭവം പങ്കുവെക്കുകയാണ്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് ശ്ലീഹ ഈ മുള്ളൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ഒരുപാട് തവണ, പലതവണ, 3 തവണ പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും ദൈവം ആ മുള്ളെടുത്ത് മാറ്റിയില്ല. ഈ മുള്ളെന്ന് പറയണത് ചില ആളുകൾ ചില വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ശരീരത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഹിച്ചിരുന്ന ചില രോഗപീഠകളെക്കുറിച്ചുകൂടെ ധ്വനിയുണ്ട് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം 2 കൊറിന്തോസ് 12 അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 12 verses 7 onwards. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. പൗലോസ് ശ്ലീഹ തൻ്റെ ശരീരത്തിലെ ഈ ഒരു വേദനയെക്കുറിച്ച് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, വലിയ ദൈവരാജ്യ വേല ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ശരീരത്തിൽ നിരന്തരം ചില രോഗപീഠകൾ അലട്ടിക്കൊണ്ടിരുന്നു. മരിച്ചവരെ പോലും ഉയർപ്പിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. പക്ഷേ ശരീരത്തിൽ നിരന്തരം ചില രോഗപീഠ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ സഹനം, ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന ആളല്ലേ, ഈ സഹനം ഒന്ന് എടുത്ത് ഈ രോഗം ഒന്ന് മാറ്റി തരണമേ. പക്ഷേ കർത്താവ് പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്കെൻ്റെ കൃപ മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലപ്പോൾ നമ്മുടെ രോഗാവസ്ഥയിൽ നാം തീക്ഷ്ണമായി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടും ചില രോഗങ്ങൾ മാറാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഉപരി മഹത്വത്തിന് കർത്താവ് അത് കാരണമാക്കി രൂപാന്തരപ്പെടുത്തും. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം പോലും അന്യായമായി കർത്താവ് നമ്മളുടെ മേൽ കെട്ടിവെക്കുകയില്ല, ഇത് ഉറപ്പ്. അന്യായമായി നാം അർഹിക്കുന്നതിന് കൂടുതൽ അവിടുന്ന് നമ്മിൽ നിന്ന് ഈടാക്കുകയില്ല. ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകുന്നില്ലെങ്കിൽ, അത് കർത്താവ് ആ ശരീരത്തിൽ ഇരിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുമതി കൂടാതെ തലയിലെ ഒരു മുടിനാരിഴ പോലും വീഴുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് നമുക്കൊരു കാര്യം ഉറപ്പ് തന്നിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കാതെയും സ്വർഗസ്ഥനായ പിതാവ് അംഗീകരിക്കാതെയും ഒന്നും നമ്മുടെ ശരീരത്തിൽ വരികയില്ല. അങ്ങനെ ആ ശരീരത്തിൽ രോഗം വന്നു, ആ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ബൈബിളിലൂടെ നമുക്ക് നിർദ്ദേശം നൽകി. ആ ബൈബിൾ നിർദ്ദേശം അനുസരിച്ച്, ദൈവവചനം അനുസരിച്ച് ഞാനും നിങ്ങൾ മുട്ടിപ്പായി കരഞ്ഞ് പ്രത്യാശയോടെ പ്രാർത്ഥിച്ചിട്ടും ആ രോഗം മാറുന്നില്ല, ആ രോഗം ശരീരത്തിന് ഇരിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾ നിരാശപ്പെടരുത്, രോഗത്തിൽ നിരാശപ്പെടരുത്. പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? ദൈവമായ കർത്താവിൻ്റെ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ് ആഹ്ലാദിക്കാൻ തുടങ്ങണം, അതിൽ സന്തോഷിക്കാൻ തുടങ്ങണം. ഇതുവഴി വലിയൊരു മഹത്വം എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കർത്താവ് തരാൻ വേണ്ടി ഒരു മുള്ള് എൻ്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവിന് നിത്യരക്ഷയെ പ്രതി ഒരു മുള്ള് കർത്താവ് എൻ്റെ കുടുംബത്തിൽ നൽകിയിരിക്കുന്നു. ഞാനും നിങ്ങളത് മനസ്സിലാക്കണം. സ്ത്രീകന്മാർ എത്രയോ ഉയർന്ന ആളുകളാണ്, എന്നിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടും ചില രോഗങ്ങൾ മാറിപ്പോയില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന പുണ്യവാളൻ എത്രയോ വലിയ വിശുദ്ധിയും എത്രയോ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം ഒരു ജീവിതമായിരുന്നു അത്. എന്നാൽ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ പല രോഗങ്ങളും നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അസീസി പുണ്യ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നില്ല. അതുപോലെ ഫ്രാൻസിസ് സേവിയർ പുണ്യവാളൻ വളരെ തീക്ഷ്ണമതിയായ കർത്താവിൻ്റെ ദാസൻ, എന്നാൽ 50 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് ചില രോഗകരമായ അവസ്ഥകളിലൂടെ അദ്ദേഹം മരണം വരിക്കുകയാണ്. അതുപോലെ ഓരോ വിശുദ്ധരും, വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി, വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ദൈവത്തോട് നിരന്തരം സഹവസിച്ച് നടന്നവര് അവരെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ 3 തവണ പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു വ്യക്തി എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കും. എന്നിട്ടും അത് മാറാതിരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. അത് ഞാനും നിങ്ങളും മതിമറന്ന് ആഹ്ലാദിച്ച് നെകളിച്ച് പാപത്തിൽ വീണ് മരിച്ച് നിത്യനരകത്തിൽ നിബന്ധിക്കാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് നിത്യരക്ഷയ്ക്കും ഉപരികൃപയ്ക്കും വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി അത് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് ശ്ലീഹ 2 കൊരിന്തോസ് 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? എന്നെ അത് വിട്ടകലാൻ 3 തവണ പ്രാർത്ഥിച്ചു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച്, എൻ്റെ രോഗത്തെക്കുറിച്ച്, എൻ്റെ തകർച്ചയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുമെന്ന് പറയുകയാണ്. വീണ്ടും പറയുന്നു, അതുകൊണ്ട് ബലഹീനതയിലും ആക്ഷേപങ്ങളിലും ഞെരുക്കത്തിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, രോഗത്തിൽ നിരാശപ്പെടരുത്. പകരം രോഗത്തിൽ പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലെങ്കിലും, പ്രാർത്ഥിച്ചിട്ടും ഒരു വ്യത്യാസം കാണുന്നില്ലെങ്കിലും നിരാശപ്പെടരുത്. രോഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. രോഗത്തിൽ ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ മഹത്വം ഉപരിയായ വിധം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ പ്രകടമാകാൻ കർത്താവ് ഒരു കാരണമായി എടുക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മനസ്സിൽ ഇന്ന് വരെ വന്ന നിരാശകൾ, സങ്കടങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. മനസ്സിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യങ്ങൾ, ദൈവമേ എനിക്കിത് എന്തുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, എൻ്റെ കർത്താവേ അങ്ങനെ ഉപേക്ഷിച്ചുവോ, എന്താ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, ഇങ്ങനെ ഒരുപാട് നാളുകളായി മനസ്സിൽ കടന്ന അന്ധകാര പീഡകൾ, അന്ധകാരത്തിൻ്റെ ചിന്തകൾ, ദുർബല ചിന്തകൾ, ബലഹീനമായ ചിന്തകൾ മനസ്സിനെ ഭാരപ്പെടുത്തുന്നു, മനസ്സിനെ മതിക്കുന്നു. ഇന്ന് ഞാൻ കർത്താവിന് മുമ്പിൽ അതെല്ലാം സമർപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് അറിയാതെ ഒരു മുടി നാരിഴ പോലും എൻ്റെ ശിരസിൽ നിലം പതിക്കുകയില്ല എന്ന് അരുളി ചെയ്ത യേശുനാഥനിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറാതെ രോഗം എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിരാശപ്പെടുകയില്ല, ആഹ്ലാദിക്കും. ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. അന്ധകാരത്തിന്റെ ബലഹീന ചിന്തകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഒരുക്കിയിരിക്കുന്ന വലകളും കെണികളും ഇപ്പോൾ തകരട്ടെ. ദൈവത്തിന്റെ മക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. നിരാശയുടെ ചിന്തകൾ വിട്ടുപോകട്ടെ. നിരാശ യേശുനാമത്തിൽ ശാസിക്കുന്നു. മടുപ്പ് നിറഞ്ഞ ഹൃദയത്തെ യേശുനാമത്തിൽ ഇപ്പോൾ വിടുവിക്കുന്നു. പ്രത്യാശ നിറയട്ടെ, ദൈവ സ്നേഹം നിറയട്ടെ, ദിവ്യജ്ഞാനം നിറയട്ടെ, വെളിപാടുകൾ ലഭിക്കട്ടെ, ഉൾക്കാഴ്ചകൾ നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. ഓ അരൂപിയേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, നവ്യമായി എന്നിൽ ഇപ്പോൾ നിബദിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, അഭിഷേക ശക്തിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ പ്രത്യാശ നിറയ്ക്കണമേ, സ്നേഹം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, പ്രതീക്ഷ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ, ദൈവജ്ഞാനം നിറയ്ക്കണമേ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. പ്രൈസ് ദ
the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ ബലഹീനതയിൽ ഞാൻ പൂർവാധികം പ്രശംസിക്കും. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, രോഗമോ ആരോഗ്യമോ തകർച്ചയോ ഉയർച്ചയോ അപമാനമോ നിന്ദനം എന്തു തന്നെയാകട്ടെ, ആ വേദനയിലിരുന്ന് ആ അവസ്ഥയിലിരുന്ന് കർത്താവ് യേശുവിനെ നമുക്ക് ഏറ്റുപറയാം. ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും നമ്മൾ ഏറ്റുപറയുന്ന കാര്യം എങ്ങനെയാണ്? എൻ്റെ യേശു എനിക്ക് സകലത്തിലും മതിയായവനാണ്. എൻ്റെ യേശു എനിക്ക് എല്ലാറ്റിലും ഉപരിയാണ്. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളും മുതിർന്നവരും ഇപ്പോൾ ഉച്ചത്തിൽ സ്തുതിക്കണം. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, യേശുവേ, ദൈവമേ, യേശുവേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ